Assalamu alaikum, welcome back to my YouTube channel. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹോം ടൂർ. എൻ്റെ വീടിന്റെ ഹോം ടൂർ ഒന്നും അല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം വാക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു നിങ്ങൾ എവിടെയാ സ്റ്റേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിലൊരു നമ്മുടെ റെന്റഡ് ഹൗസിന്റെ നമ്മുടെ PGയുടെ ഒരു ഹോം ടൂർ ചെയ്യാന്ന്. അപ്പോൾ ഇന്ന് August 15 ആയിരുന്നു, ഞങ്ങൾക്കൊരു ഓഫ് ഡേ കിട്ടി. സോ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും ഹോം ടൂർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഏകദേശം ഒരു ഓഫ് ഡേ ആയതുകൊണ്ട് ഞങ്ങളൊരു 9:30 ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് എണീക്കുന്നത്. രാവിലെ ആരോ പള്ളിയിൽ പോയിട്ടുണ്ട്. പള്ളിയിൽ പോയ ആരോ ചായയും ഉപ്പുമാവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണ്ണീറ്റ് തന്നെ ആ ചായയും ഉപ്പുമാവും ഒക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ. ഞങ്ങൾ 6 പേരാണ് ഈ വീട്ടിലുള്ളത്. 4 പേര് മെഡിക്കൽ സ്റ്റാഫ്സ് ആണ്, നഴ്സസ് ആണ്, പിന്നെ 2 അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്സും ആണ് ഇവിടെ ഉള്ളത്. എല്ലാവരും നല്ല ഉറക്കമാണ്. 2 പേർക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ബാക്കി 3 പേർക്ക് ഡ്യൂട്ടി ഇല്ലായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാവരും നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ ആരെയും വിളിച്ച് ശല്യം ചെയ്യാൻ പോയില്ല. പക്ഷേ ഞാൻ വിളമ്പിയൊക്കെ വന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാവരും എണ്ണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ വിചാരിച്ച് ഒരുമിച്ച് കഴിക്കാമെന്ന്. ഇതിനകത്തോട്ട് ഇച്ചിരി ഇടും. എന്നാ ശരി, എന്നാ ഇത് നീ എടുത്ത്, എനിക്ക് അത് മതി. ഇത് പാളയംകോടനാണോ? നമ്മള് പ്ലേറ്റ്സിലെല്ലാം ആക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് ഏത് പഴമാണ് ഇഷ്ടം? എനിക്ക് പാളയംകോടൻ പഴം ഇഷ്ടമല്ല, എനിക്ക് നാലിപ്പൂവൻ പഴമാണ് ഇഷ്ടം. അപ്പൊ നിങ്ങൾക്ക് ഏത് പഴം ഇഷ്ടം എന്ന് കമന്റ് ചെയ്യട്ടോ. ഉപ്പുമാവിന്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട്. ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവരായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പുമാവ്. അപ്പൊ നമ്മൾ എന്തായാലും കഴിക്കാനായിട്ട് ഞങ്ങൾ 3 പേര്, ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് ഡ്യൂട്ടി പോയിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും കൂടി കഴിക്കാനായിട്ട് എടുത്തു വെച്ചു. അപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പഴമൊക്കെ കൂട്ടി ഞങ്ങൾ ഉപ്പുമാവ് അടിക്കാൻ പോവാണ്. പഴം, പഞ്ചസാര, ഉപ്പുമാവ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചു. കാരണം ഹോസ്റ്റലിന്റെ അവസ്ഥ ഏകദേശം എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഹോം ടൂർ ചെയ്യണം. നമ്മൾ അവധിയുള്ള ദിവസം എല്ലാ ദിവസവും തൂക്കാറൊക്കെ ഉണ്ട്, എന്നാൽ പോലും ഹോം ടൂറൊക്കെ ചെയ്യില്ലേ, കുറച്ച് വൃത്തിയും വെടുപ്പൊക്കെ ആക്കിയിട്ടേക്കാന്ന് വിചാരിച്ചിട്ട് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടും ഈ വീട്ടിലേക്ക് ജസ്റ്റ് ഒരു 10 minutes വാക്കേ ഉള്ളൂ. സോ നമുക്ക് പോയി വരുന്ന യാത്ര, ദൂരം, അങ്ങനത്തെ ഒന്നും ടയർഡ്നെസ് കാര്യങ്ങളൊന്നും അഫക്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഈ വീട് അങ്ങനെ നമ്മൾ ആദ്യമൊക്കെ വീട് ഇങ്ങനെ നോക്കാൻ വേണ്ടി വരുമല്ലോ, അങ്ങനെ നോക്കാൻ വന്നപ്പോൾ ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ദൂരക്കുറവായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പോയി വരാനൊക്കെ നല്ല എളുപ്പമാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ ഇവിടുത്തെ എൻ്റെ കൂടെയുള്ള കൂട്ടുകാരാണെങ്കിലും നല്ല പിള്ളേരാണ്. നമ്മൾ ഭയങ്കര സഹകരിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പം ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം നമുക്കിങ്ങനെ ഇന്ന ടൈമിൽ ഇന്ന ആൾ ഫുഡ് ഉണ്ടാക്കണം, ഇന്ന ദിവസം അങ്ങനെയൊന്നുമില്ല. ആർക്കാണോ ടൈം കിട്ടുന്നത് അവർ ഫുഡ് ഉണ്ടാക്കി വെക്കും, നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കും. അങ്ങനെയൊക്കെയാണ്. നല്ലൊരു ഫാമിലി പോലെയാണ്. നല്ലൊരു നമുക്ക് ഫീൽ ഗുഡ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഈ PG. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ എങ്ങനെയാവുന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് ഞാൻ നിങ്ങളെ കാണിച്ച ഈ കുപ്പിയൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇവിടെ വെള്ളമാണ്. നമുക്കിങ്ങനെ എറണാകുളത്തൊക്കെ നമ്മൾ വെള്ളം അങ്ങനെ കുടിവെള്ളം അത്രയല്ല നല്ലതല്ലല്ലോ. സോ ഞാൻ ഈ 3 കുപ്പി വാങ്ങിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വെള്ളമൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഈ വലിയ കുപ്പിയിൽ നിറച്ച് വെക്കുക എല്ലാ ദിവസവും കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വാങ്ങിച്ചതാണത്. പിന്നെ ഇവിടെ മൊത്തം നമ്മുടെ കൊതുകിന്റെ ശല്യം നന്നായിട്ടുണ്ട് കേട്ടോ. ഈ ഭിത്തിമൊത്തം ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് ഞങ്ങളാണ്. ഈ കൊതുക് തിരി കത്തിച്ച് ഓക്കെ. പിന്നെ തൂപ്പും തുടവയ്ക്കലെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു, അതും കൂടി അലക്കിയേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനങ്ങനെ തുണിയൊന്നും അലക്കാറില്ല. ഞാൻ സാധാരണ കൂട്ടി വെച്ച് വീട്ടിൽ കൊണ്ടുപോയി വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടാണ് അലക്കാറ്. ഇടയ്ക്ക് വീട്ടിൽ പോകുമ്പോൾ അങ്ങനെ അലക്കും. പിന്നെ വല്ലപ്പോഴും ഇങ്ങനെ ഇതുപോലെ ഒത്തിരി സമയവും ടൈമും അവധിയൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഇറങ്ങി വന്ന് അലക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയാണ് ചെയ്യാറ്. ബാക്കി അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടാണ് യൂഷ്വലി ചെയ്യാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഏതായാലും വീടും പരിസരമൊക്കെ കാണിക്കാൻ വരണം. അപ്പം അലക്കാൻ വേണ്ടിയിട്ട് മുക്കിയൊക്കെ വെക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ഒരുപാട് ടൈമുണ്ട്. വേറെ ഒരു പരിപാടിയും ഇന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ യൂഷ്വലി പുറത്ത് പോകാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ടൈം കിട്ടത്തില്ല. ഇതിപ്പോൾ ഒരു പരിപാടിയും പ്ലാൻ ചെയ്തിട്ടില്ല. ഇന്ന് ഈ ഹോം ടൂർ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കാം എന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. സോ ഒത്തിരി ടൈം കിട്ടിയപ്പോൾ അലക്കിയേക്കാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പോകുന്നു. പിന്നെ വന്നിട്ട് വീടിന്റെ റെന്റ് കാര്യങ്ങളൊക്കെ പറയാം. വീടിന്റെ ഇവിടെ നമുക്ക് വലിയ റെന്റ് ഒന്നുമില്ല. 13,500 13,500 രൂപ വാടകയാണ്. ഇവിടെ 2 ബെഡ്റൂംസും കിച്ചണും അങ്ങനെയൊക്കെ ഉള്ളൊരു സെറ്റപ്പാണ്. ഞാനിപ്പോൾ വീടിന്റെ മൊത്തം വ്യൂ കാണിക്കാം.
പിന്നെ വന്നിട്ട് നമുക്ക് നല്ല നമ്മുടെ എന്താ പറയാ ഈ ആശ്രയം ഇരിക്കുന്ന സ്ഥലം എല്ലാവർക്കും അറിയാലോ, ചേരാൻ നല്ലൊരു ആ ഒരു നമ്മുടെ ഈ ടൗൺ ടച്ച് എന്നൊക്കെ വിട്ടിട്ട് നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എന്നൊക്കെ പറയാം. എറണാകുളത്തിന്റെ ആ തിരക്കോ കാര്യങ്ങളോ പൊല്യൂഷനോ ഒന്നും ഇല്ലാത്തൊരു പ്ലേസ് ആണ്. ഭയങ്കര മരങ്ങളും ചുറ്റുമരങ്ങളും കാറ്റും അങ്ങനെയൊക്കെയുള്ള നല്ലൊരു പ്ലേസ് ആണ്. അല്ലാണ്ട് നമ്മുടെ ഈ സിറ്റി ലൈഫ് അല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ശരിക്കും നമ്മുടെ വീട്ടിൽ നിൽക്കണ പോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു ഓഫ് ടൈം എങ്ങനെയാ സ്പെൻഡ് ചെയ്യണേ അതുപോലൊക്കെ നമുക്ക് തോന്നുള്ളൂ ഇവിടെ നിൽക്കുമ്പോൾ. നമ്മളിപ്പോൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഉച്ചക്കത്തേക്ക്. നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ മടിയായിരുന്നു, അപ്പോൾ നമുക്കത് പോയി വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. ഇന്ന് നമ്മളാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ എല്ലാവർക്കും മടിയായിരുന്നു. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയത് കാരണം എല്ലാവർക്കും ഓഫായിരുന്നു. അപ്പോൾ ആൽഫി ചേച്ചി ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും വിശന്ന് തുടങ്ങി. കറിയൊന്നും ഉണ്ടാക്കാത്ത കാരണം നമ്മൾ നമ്മുടെ ഫേവറേറ്റ് കുബൂസിൽ നിന്ന് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആളിപ്പോൾ വന്നിട്ടുണ്ട്. നമ്മളെ ഫുഡ് എടുക്കാനായിട്ട് പോവാണ് ഗൈസ്. ഇതാണ് നമ്മുടെ മെയിൻ റോഡ്. ഇതാണ് നമ്മുടെ ജാന സ്റ്റോഴ്സ് പറ്റുകട. അതായത് നമ്മൾ ഒരു മാസത്തേക്ക് ഒരുമിച്ചാണ് സാധനം വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ കടയിൽ പോയിട്ട് എല്ലാവരും നമ്മൾ ഈ കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കും. എന്നിട്ട് അതൊരു ബുക്കിൽ എഴുതി വയ്ക്കും. അവർ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കും. എന്നിട്ട് മന്ത് എൻഡിലാണ് നമ്മൾ ആ പറ്റ് ക്ലോസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ സാധനം വാങ്ങിക്കുന്നത്. ആ കടയിൽ നിന്ന് എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് ലാസ്റ്റ് എൻഡിൽ സാലറി വരുമ്പോൾ ക്ലോസ് ചെയ്യും. നമ്മുടെ എൻട്രൻസ് വരുന്നത് കണ്ടോ, ഫുള്ള് മരങ്ങളും കാറ്റും ചെടിയും ഒക്കെ ആയിട്ടൊരു എന്താണ് പക്ക ഒരു ഗ്രാമപ്രദേശം പോലെ തോന്നുന്നൊരു സ്ഥലമാണ്. എറണാകുളം കൊച്ചിയാണെന്നുള്ളൊരു ഫീലേ വരില്ല. ഓക്കെ, അപ്പോൾ നെസ്ല ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് വെക്കാൻ ശരിക്കും പറഞ്ഞാൽ മടിയായിരുന്നു. സത്യം പറഞ്ഞാൽ അവധി ദിവസങ്ങളിലാണ് നമുക്ക് മടി കൂടുക. മറ്റ് ജോലിയുള്ള ദിവസം വർക്കിംഗ് ഡേ ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൂട്ടിയിട്ട് പോവും. അവധി ദിവസമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മടി ഉണ്ടാവുക. സോ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു. നമ്മുടെ ഇവിടെ അടുത്തൊരു കുബൂസ് എന്ന് പറഞ്ഞ കടയുണ്ട്, അവിടെ നിന്നാണ് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തത്. അപ്പം ഞാൻ നിങ്ങളെ ഏതെങ്കിലും കുളിയൊക്കെ കഴിഞ്ഞു വൃത്തിയൊക്കെ ആക്കിയിട്ടേക്കാണ്. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ആ ഫുഡൊക്കെ ഇനി കഴിക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങളെ വീടൊക്കെ ഫുള്ള് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഹോം ടൂർ തുടങ്ങാം. നെക്സ്റ്റ് നമുക്കിനി വീടിനകത്തേക്ക് പോകാം. ഇന്നിവിടെ ആണെങ്കിൽ എല്ലാവരും ഉണ്ട്. സാന്ദ്രയ്ക്ക് മാത്രമേ ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്കിന്ന് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഹോളില് നമുക്കൊരു സോഫയുണ്ട്, അല്ല 2 സോഫയുണ്ട്, ഒരു അലമാരയുണ്ട്. പിന്നെ ആണെങ്കിൽ ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലം. പിന്നെ ആണെങ്കിൽ ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ. പക്ഷെ നമ്മൾ ഇവിടെ ഇരുന്ന് കഴിക്കാറില്ല, നമ്മൾ ഈ നിലത്തിരുന്നാണ് എപ്പോഴും കഴിക്കുന്നത്. ഇത് നമുക്ക് 2 റൂമാണുള്ളത്. നമ്മൾ ഒരുങ്ങുന്ന സാധനമൊക്കെ ഇവിടെ ഫാന് നോക്കി. പിന്നെ നമ്മള് ഇവിടെ ഇരുന്നാണ് ഒരുങ്ങുന്നതൊക്കെ. പോകാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഇരുന്ന് ഒരുങ്ങും. അവിടെ നമ്മള് വാഷിംഗ് ഏരിയ, കൈ കഴുകുന്ന സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇവിടെയാണ് ആൽഫി ചേച്ചിയും ആൽഫിനെ കിടക്കുന്നത്. എന്റെ റൂമാണ് കഴിച്ചത് കേട്ടോ. എനിക്ക് അറിയാതെ പതിവില്ലാതെ അലക്കിയിട്ട അഴകില്ലല്ലോ ഗൈസ്. ഞാൻ കാര്യം പറയാം ഗൈസ്, എന്നാണ് ഗൈസ് ഇവിടെ നോക്കിയിട്ടത് ടൂർ എടുക്കാൻ വേണ്ടിട്ട് ഹോം ടൂർ. എന്നിട്ടൊരു വാക്ക് പറഞ്ഞില്ല ഗൈസ്, എന്റെ റൂം കാണണ്ട. വലിയ ഒതുക്കലത്തില്ല, എന്നാലും ഇതാണ് എന്റെ റൂം. അതൊന്ന് മാറ്റാമോ? പിന്നെ നമ്മള് ഇവിടെ ഇരുന്നാണ് ഒരുങ്ങുന്നതൊക്കെ. പോകാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഇരുന്ന് ഒരുങ്ങും. അവിടെ നമ്മള് വാഷിംഗ് ഏരിയ, കൈ കഴുകുന്ന സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇവിടെയാണ് ആൽഫി ചേച്ചിയും ആൽഫിനെ കിടക്കുന്നത്. എന്റെ റൂമാണ് കഴിച്ചത് കേട്ടോ. എനിക്ക് അറിയാതെ പതിവില്ലാതെ അലക്കിയിട്ട അഴകില്ലല്ലോ ഗൈസ്. ഞാൻ കാര്യം പറയാം ഗൈസ്, എന്നാണ് ഗൈസ് ഇവിടെ നോക്കിയിട്ടത് ടൂർ എടുക്കാൻ വേണ്ടിട്ട് ഹോം ടൂർ. എന്നിട്ടൊരു വാക്ക് പറഞ്ഞില്ല ഗൈസ്, എന്റെ റൂം കാണണ്ട. വലിയ ഒതുക്കലത്തില്ല, എന്നാലും ഇതാണ് എന്റെ റൂം. അതൊന്ന് മാറ്റാമോ? എന്റെ ആൽഫീല് എനിക്ക് ഇവിടെ ചെറിയ ആമസോൺ അലമാരയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ റൂമാണുള്ളത്. അപ്പൊ ഞങ്ങളുടെ റൂമിൽ ഇപ്പൊ കാണിക്കുന്നില്ല. എന്താന്ന് വെച്ചാൽ അവിടെ 2 ഭീകരവാദികൾ ഒളിച്ചിരിപ്പുണ്ട്. ഈ റൂം കാണിക്കാൻ കൊള്ളാത്തത് കൊണ്ട് ഞാൻ അത് പണ്ടൊരാള് പറഞ്ഞിട്ടുണ്ട്, ജീനിയസിന്റെ റൂം അലമ്പ് റൂമായിരുന്നു. രണ്ടുപേരും കയറി വാതിലടച്ചു. ഇനി നമുക്ക് അടുക്കള. അവിടെ തലയിൽ കഞ്ഞിവെള്ളം തെച്ചിട്ടിരിക്കുക. ഇതാണ് നമ്മുടെ അടുക്കള.
അടുക്കള നമുക്കൊരു ഫ്രിഡ്ജ് ഉണ്ട്, ഒരു സ്റ്റൗ ഉണ്ട്, പിന്നെ അങ്ങനെ അത്രേ ഉള്ളൂ. നമുക്ക് ബാക്ക് വശം കാണിക്കാം. ഇതാണ് അടുക്കള. ഇത് നമ്മുടെ കാറ് ഓട്ടോയും കിടക്കുന്നു. നമ്മുടെ കാറ് ഓട്ടോയോ? നമ്മുടെ വീട്ടിൽ താമസിക്കുന്നതൊക്കെ നമ്മുടെ കാറ് ഓട്ടോയോ. ഒരു വീടിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ടാ. ഓക്കെ, ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ചെറിയ വീടാണ്. നമ്മൾ ക്യാമറ ആയിട്ട് പോകുമ്പം നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഓടി ഒളിക്കാൻ കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ലേസി ഡേ ആയിരുന്നല്ലോ ഇന്ന്. അപ്പോൾ എല്ലാവരും എണ്ണീറ്റത് ഒരു സമയത്ത് എല്ലാവരും ഒരു കോലത്തിൽ ഉറങ്ങി എഴുന്നിട്ട് കോലത്തിലൊക്കെ ഇരിക്കുകയാണ്. സോ ഒരു മടി വീഡിയോയുടെ ഫ്രണ്ടിൽ വരാൻ, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കേട്ടോ ആരെയും ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇനി വേറൊരു ദിവസം ഞങ്ങൾ പുറത്തൊക്കെ പോകുന്ന ഒരു ദിവസം ഔട്ടിങ്ങിനൊക്കെ പോകുന്ന ദിവസം എല്ലാവരും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പാത്രം നമ്മൾ കഴുകുക, ബിരിയാണി ഉറങ്ങുമായിരുന്നു. പക്ഷെ എനിക്ക് ഒട്ടും വൈകിയ പനിയാണ് തോന്നുന്നു. ഇവിടെ വീഡിയോ എടുക്കാനാ ഇൻട്രസ്റ്റ് ഉള്ളവര്. നിന്റെ മുഖം എടുക്കില്ല, അതിന്റെ മുഖം വെറുതെ കട്ട് ചെയ്താൽ ഇനി പേടിക്കണ്ട, ആയിക്കോട്ടെ. യു ഡോണ്ട് വെരി ഗേൾ. ഒരു ലൈറ്റും കൂടെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അടുക്കളയിൽ ലൈറ്റ് പോയി പവർ ഇട്ടു. അല്ല അറിഞ്ഞായിരുന്നോ? മറ്റേ കുക്കിംഗ് വീഡിയോയോ? അല്ല, കഴിഞ്ഞ ദിവസം ഞങ്ങള് ഇവിടെ പോയില്ലായിരുന്നു. അല്ലായിരുന്നു എന്തുവാ വലിയ ചെറിയ ബിരിയാണി ആണുള്ളത്. ആ ഇങ്ങനെ 90 രൂപ ബിരിയാണി. ഇതാണ് നമ്മുടെ ഹാഫ് ചിക്കൻ ബിരിയാണി ഗൈസ്. നമ്മൾ 90 രൂപ വാങ്ങിച്ചിരിക്കുന്നത്.